താങ്കൾ പാലക്കാട് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന ഒരു വാർത്തകളൊക്കെ പറഞ്ഞിരുന്നു. എന്താണ് അതിന്റെ ഒരു സത്യാവസ്ഥ? ആ വാർത്ത പരത്തിയവരോട് ചോദിക്കുന്നതല്ലേ നല്ലത്. എനിക്കതുമായിട്ട് ബന്ധമില്ല. മത്സരരംഗത്തുണ്ടാവോ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് എന്നെ മത്സരിപ്പിച്ചത് പാർട്ടിയാണ്. മത്സരിക്കാൻ പറഞ്ഞ മത്സരിക്കും, മത്സരിക്കണ്ടെന്ന് പറഞ്ഞ് മത്സരിക്കത്തില്ല. പാർട്ടിക്ക് പുറത്താണ്. ആയിക്കോട്ടെ, അപ്പോഴും പാർട്ടിനെ തീരുമാനിച്ചോട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയാനുള്ളത് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടം തീർച്ചയായിട്ടും പാലക്കാട് മത്സരിക്കണം. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ പാർട്ടി പുറത്താക്കിയണോന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി പുറത്താക്കി പറഞ്ഞു. പക്ഷെ പാർട്ടി എടുക്കാൻ ചാൻസ് ഉള്ളത് പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി പുറത്താക്കിയാൽ പാർട്ടി പുറത്തായിക്കോട്ടെ, ചേലക്കാ പോകാൻ പറയും പാർട്ടിനോട്. അല്ല പിന്നെ നിങ്ങൾ എന്താ ചെയ്തതെന്നുള്ളത് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളോ നിങ്ങളെ സംസാരം കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ മറ്റേ ലയൺ സിനിമയിൽ ദിലീപ് വരുന്ന മാതിരി ഒരു നിഷ്പക്ഷം മറ്റേ സ്വതന്ത്രമായിട്ടാണ് മത്സരിച്ചിട്ട് പാലക്കാട് പാർട്ടി എടുക്കുകയാണെങ്കിൽ പാർട്ടിക്ക് എടുത്തോട്ടെ, പ്രശ്നമൊന്നുമില്ല. പാർട്ടി എടുത്തില്ലേ സ്വതന്ത്രമായിട്ട് മത്സരിക്കണം എന്നുള്ള. കാരണം അവിടെയുള്ള പെണ്ണുങ്ങൾക്കും നാട്ടുകാർക്കും ജനങ്ങൾക്കും ഒക്കെ അറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് എന്താണെന്നുള്ളതും ഈ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയൊക്കെ ബാധിച്ചു എന്നുള്ളതും എല്ലാവർക്കും ചോർന്ന് എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ സ്വതന്ത്രനായിട്ട് എന്നിട്ട് നിയമസഭയിൽ വരണം. ഇതുപോലെ തന്നെ പ്രവർത്തിച്ച് കാണിക്കും വേണം. കൂരു പൊട്ടുള്ളവരൊക്കെ പൊട്ടിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. നമ്മളെ അഭിപ്രായം അതാണ്. പിന്നെ കുറെ ആൾക്കാർ പറയും ഇപ്പം അങ്ങനെ പീഡനാണ്, മറ്റേതാണ്, മറിച്ചതാണ്. എന്ത് പീഡനം? ഇവിടെ പീഡിപ്പിച്ച കഥകളൊക്കെ എല്ലാവരും അറിഞ്ഞല്ലേ. 2-3 വട്ടം റിസോർട്ടിൽ ഓടിമുടിയൊക്കെ പോയി. അതൊക്കെ ബലാത്സംഗ. അപ്പൊ ആ പീഡനത്തിന്റെ കാര്യങ്ങൾ വിട്ടാണ്. പിന്നെ ഓല് പീഡിപ്പിച്ച് വിചാരിച്ചാൽ നമ്മളെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓൾക്ക് നമ്മളെ സംബന്ധിച്ച് ഒന്നും വരാനില്ല. ഓല് പീഡിപ്പിച്ച ഓൾക്ക് അതിന്റെ സുഖം കിട്ടി ഓല അങ്ങനെയാണ് പോയി. അപ്പൊ അത് നമ്മളെ ബാധിക്കണ വിഷയമല്ല. ഇപ്പൊ നിങ്ങള് ഇതിന്റെ പകരം കൊണ്ടുവരാനുള്ള പിഷാരടിയും കിഷാരടി ഇതേമാതിരിയുള്ള ഏതെങ്കിലും ആൾക്കാരെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഇതേപോലെ നല്ല യൗവനം തുളുമ്പിക്കണ നല്ല ചെറുപ്പക്കാര്, ഇങ്ങനത്തെ ആൾക്കാരെ ഷാഫി പറമ്പിൽ ഇങ്ങനത്തെ ആൾക്കാരെ കൊണ്ട് നിങ്ങൾ മത്സരിപ്പിക്കുക. അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ടീമിനെ കൊണ്ടുവന്നിട്ട് മത്സരിപ്പിച്ചിട്ട് ജനങ്ങൾക്ക് ഉപകാരമില്ല, ഓൽക്കും ഉപകാരമില്ല, ആർക്കും ഉപകാരമില്ലാത്ത ടീമിനെ മത്സരിപ്പിക്കുന്നതിനെക്കാട്ടി നല്ലേ ഇതുപോലെ സംസാരിക്കാനും നാലാൾക്കാരുടെ ഇടയിൽ നല്ല രീതിയിൽ സംസാരിക്കാനും പ്രവർത്തിക്കാനും ചുറുക്ക് ചാടി നിന്ന് പ്രവർത്തിക്കാനും പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ അതിന് വോട്ട് ചെയ്യും. അതന്നല്ലേ അവരും ഇപ്പോഴും പറഞ്ഞതേ. അതൊക്കെ പാലക്കാട്ടിൽ ജനങ്ങൾക്ക് തീരുമാനിക്കട്ടെ, അവർ തീരുമാനിക്കും. അവർക്ക് അതിനനുസരിച്ചുള്ള ആലോചിക്കാനുള്ള ബുദ്ധി ശേഷിയൊക്കെ പാലക്കാട് ജനങ്ങൾക്ക്. ആ പാലക്കാട്ടിലുള്ള ആൾക്കാരും അതന്നെ പറഞ്ഞതേ, രാഹുൽ തന്നെ വരണം എന്നാ പറയണത്. അപ്പൊ രാഹുലിനോട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി ഇനി സമയമുണ്ടല്ലോ തിരിച്ചെടുക്കാൻ, ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എടുത്തോട്ടെ. എടുത്താ പാർട്ടിക്ക് തന്നെ ഇങ്ങനത്തെ ഒരു നല്ല ചെറുപ്പക്കാരനെ വെറുതെ ഒഴിവാക്കണ്ട. എടുത്തില്ലേ രാഹുൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, സ്വതന്ത്രമായിട്ട് മത്സരിക്കും ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം 20,000 ഭൂരിപക്ഷം കിട്ടിയില്ലേ, എന്തായാലും 5,000 ഭൂരിപക്ഷം ചുരുങ്ങിയേ കിട്ടും. കാരണം ജനങ്ങൾ തീർച്ചയായിട്ടും വോട്ട് ചെയ്യുന്നുള്ളത് ഒരു സംശയവും ഇല്ല. അപ്പൊ അങ്ങനെ തന്നെ വരണം. പാർട്ടി എടുത്താ പാർട്ടിക്കല്ലേ, പാർട്ടി എടുത്തില്ലെടുക്കും വേണ്ട, അങ്ങനെ തന്നെ വരട്ടെ, അത്രേ ഉള്ളൂ. എന്നിട്ട് നിയമസഭയിൽ വന്നിട്ട് പുല്ലിക്കുട്ടിയായി ഇങ്ങനെ നിൽക്കണം, ഗർജിക്കുന്ന സിംഹമായിട്ട് തന്നെ നിൽക്കണം, ആൺകുട്ടിയായിട്ട് നിൽക്കണം. പിന്നെ പാർട്ടി പുറത്താക്കിയ പാർട്ടിയോട് പോകാൻ പറയണം. അല്ല പിന്നെ